മധുവിനെ കുറിച്ച് എന്താ പറയുള്ളൂ? അല്ല, മധുച്ചേട്ടനെ സത്യത്തിൽ എന്നോട് ദേഷ്യം വേണം. കാരണം മധുച്ചേട്ടൻ ഞാനിത് വലിയ അടുപ്പമായിരുന്നു. മധുചേട്ടൻ സ്റ്റുഡിയോ കെട്ടാനായിട്ട് എന്നെ എഞ്ചിനീയറാക്കിയത്. പക്ഷേ എൻ്റെ പടത്തിൽ മധുചേട്ടൻ എനിക്ക് നസീർ സാഹിബ് ഇരിക്കുന്നു. മധുചേട്ടൻ എന്നോട് ദേഷ്യം തോന്നണ്ടേ, എന്താ എന്നെ ഇടുന്നില്ല തോന്നണ്ടല്ലോ. പക്ഷേ സിംഹാസനത്തിൽ ഡബിൾ റോളാണ് മധുചേട്ടൻ ഇട്ടത്. അത് നല്ലൊരു 50 ദിവസം കൂടി പടം, എല്ലാத்தைയും 50 ദിവസം കൂടി പടമാണ്. സിംഹാസനം ഹിറ്റായി. പിന്നെ തുടർച്ചയായിട്ട് അനവധി പടങ്ങൾ, പിന്നെ സിംഹാസനം, ജീവിതം ഗാനം, വേനലൊരു മഴ, അമ്പലവിളക്ക്, സ്വന്തം എന്ന പദം, അങ്ങനെ ഒരുപാട് പടങ്ങൾ ഞാനും മധുചേട്ടനുമായിട്ട്. ശ്രീ മധുവിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? മധുചേട്ടൻ ഒരിക്കലും എന്നോട് കണക്കൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയും, ചേട്ടാ ഞാൻ ഇത്ര രൂപ എൻ്റെ മനസ്സിലുള്ളത് ഇഷ്ടം പോലെ പറയും. ചിലപ്പോൾ ഏറ്റവും കൂടുതലൊരു പടം ഞാൻ എടുത്ത പടം ഓടിയില്ല. അമ്മയ്ക്കൊരു ധാരാളം പടം എടുത്തപ്പോൾ ഒട്ടും ഓടിയില്ല പടം. അപ്പോൾ അത് എനിക്ക് പറ്റിയ തെറ്റാണ്. കാരണം വെച്ചാൽ വാർദ്ധക്യ കഥയാണ്, വാർദ്ധക്യത്തിൻ്റെ കഥ. ഇപ്പോൾ വാർദ്ധക്യത്തിനകത്ത് ആർക്ക് താല്പര്യം? അതുപോലെ സത്യൻ മാസ്റ്ററുമായിട്ടോ ഏത് രീതിയിൽ? സത്യൻ മാഷ് സംവിധാനം, ഞാൻ സംവിധാനമായിട്ടില്ല. സത്യൻ മാസ്റ്റർ എൻ്റെ 3-4 പടങ്ങളിൽ എൻ്റെ പാട്ട് പാടി എന്നുള്ള അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം അകലെ നീലാകാശം, അലതിൽ മേഘതീർത്ഥം എന്ന പാട്ട് അദ്ദേഹം പാടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ നല്ല പാട്ടുകൾ പാടി. ക്രോസ് ബെൽറ്റിൽ അദ്ദേഹം പാടിയിട്ടില്ല. കാലം മാറി വരും, കാറ്റും ഗതി മാറും, കടൽ പറ്റിക്കരയാകും, കരവിൻ്റെ കടലാകും, അതൊക്കെ സത്യനിൽ പിക്ചറൈസ് ചെയ്ത പാട്ടുകളാണ്. അപ്പോൾ സത്യൻ മാസ്റ്റർ അഭിനയിച്ച കുറേ പാട്ടുകൾ ഞാൻ എഴുതി എന്നുള്ള ബന്ധം മാത്രമേ ഞങ്ങളുണ്ട്. പക്ഷെ അത് എന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ എല്ലാ കാലത്തും നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും 2 ചേരികളുണ്ടാവും. അപ്പോൾ മമ്മൂട്ടി ഒരു ചേരി ഉണ്ടാവും, മോഹൻലാൽ ചേരി ഉണ്ടാവും. അതിപ്പോൾ അവർ ശത്രുക്കളെന്നല്ല എൻ്റെ അർത്ഥം. സത്യൻ നസീർ ചേരി ഉണ്ടായിരുന്നു. സത്യൻ നസീർ 2 ചേരി ഉണ്ടായിരുന്നു. മധു പിന്നീട് പ്രത്യേക ചേരിയില്ല. അദ്ദേഹം ഫാൻസ് അസോസിയേഷൻ തുടങ്ങാൻ പോലും സംഭവിച്ചില്ലല്ലോ. അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആകാൻ ആഗ്രഹിച്ചില്ല, നടനാകാൻ ആഗ്രഹിച്ചുള്ളൂ. അതുകൊണ്ട് നല്ല നല്ല കഥാപാത്രം അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത പടത്തിൽ, ആദ്യമായി ഡയറക്റ്റ് പടത്തിൽ വില്ലനല്ലേ. അതെ ആരെയും വേറെ ഏത് നടനാണെങ്കിലും ഇമേജ് വളർത്താനല്ലേ ശ്രമിക്കുള്ളൂ. ഒരു വൃത്തികെട്ട ഇമേജ് സ്വന്തം പടം ആദ്യമായി ഡയറക്റ്റ് പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇമേജ് തകർക്കാനാണ് നോക്കിയത്. അതാണ് ഇപ്പോൾ മമ്മൂട്ടി ചെയ്യുന്നത്. വയലാറിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ വയലാർ രാമവർമ്മയാണ് എൻ്റെ ആദ്യ കവിതാ സമാഹാരത്തിന് അവതാരം എഴുതി. ഈ കവിയുടെ ആദ്യ കവിതകൾ പുറത്തിറങ്ങുമ്പോൾ, ഈ കവിയുടെ ആദ്യ സമാഹാരം പുറത്തിറങ്ങുമ്പോൾ ഈ കവിയോടൊപ്പം നിൽക്കാൻ കഴിയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നെഴുതിയ ആളാണ് വയലാർ രാമവർമ്മ. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞ സമയത്ത് എൻ്റെ കൂടെ ചേർത്തല ഭാസ്കരൻ നായർ എന്ന് പറഞ്ഞൊരു പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവുണ്ടായിരുന്നു. അദ്ദേഹം യോഗ പഠിപ്പിക്കുന്ന ആൾ. അദ്ദേഹം എന്നെ യോഗ പഠിപ്പിച്ചിട്ടുണ്ട്. 15 വയസ്സ് മുതൽ 25 വയസ്സ് യോഗ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് യോഗ പഠിപ്പിച്ച ആളെന്ന നിലയിൽ അദ്ദേഹമാണ് എന്നെ വയലാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നത്. വയലാറിൻ്റെ സുഹൃത്താണ്. പിന്നീട് ചേർത്തല ഭാസ്കരൻ നായർ വയലാറിനോട് ചോദിച്ചു, ആദ്യ കഥാസമർത്ഥനം ഈ കവിയോടൊപ്പം നിൽക്കുന്നത് ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ, അപ്പോൾ എന്തോ ഒരു ദീർഘദർശനം കാണുന്നുണ്ടോ കുട്ട എന്ന് ചോദിച്ചപ്പോൾ വയലാർ പറഞ്ഞു, സംശയം എന്താ, പ്രവചന സ്വഭാവമുള്ള സംശയം എന്താ, ഒരു 10 വർഷം കഴിഞ്ഞ് അവനെ നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു.